A very good morning, my dear students. Today, our topic is about the Condor spread, calendar spread, ratio spread, etc. So, first we will go through what is Condor spread. Condor spread is also known as iron condor. ഇതൊരു മോഡിഫൈഡ് വേർഷൻ ഓഫ് സ്ട്രാങ്കിൾ ഓപ്ഷൻ സ്ട്രാറ്റജിയാണ്. ആൻഡ് ബട്ടർഫ്ലൈ സ്പ്രെഡിന് വേരിയൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷൻ സ്പ്രെഡ് സ്ട്രാറ്റജിയുമാണ് എന്ത് കോണ്ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ 4 സ്ട്രൈക്ക് പ്രൈസസ് ആണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് E1, E2, E3 ആൻഡ് E4. ആൻഡ് ഇറ്റ് 2 വെർട്ടിക്കൽ സ്പ്രെഡാണ് ഇതിൽ അപ്ലൈ ചെയ്യുന്നത്. ഒന്ന് കോൾ സ്പ്രെഡും മറ്റത് പുട്ട് വെർട്ടിക്കൽ സ്പ്രെഡും. ആൻഡ് അതുകൊണ്ട് തന്നെ ഇതിൽ 4 കോൾ ഓപ്ഷൻസും 4 പുട്ട് ഓപ്ഷൻസും ഉണ്ടാവും. സോ ഇതിനൊരു കഥ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടർ എന്നതിൻ്റെ അർത്ഥം സൗത്ത് അമേരിക്കൻ നാടോടി കഥകളിൽ വൾച്ചർ, അതായത് അവിടുത്തെ വൾച്ചറിനെയാണ് അവർ വിളിക്കുന്ന പേരാണ്, കഴുകനെയാണ് അവർ വിളിക്കുന്ന പേര് കോണ്ടർ എന്ന്. സോ ഇതിൻ്റെ ഒരു ഡയഗ്രാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. This is a position so named because the shape of the profit and loss which resembles a large bodied bird. ആ ഒരു ലാർജ് ബോഡീഡ് വൾച്ചർ ബേർഡിൻ്റെ ഒരു റിസംബ്ലൻസസ് ആണ് ഇതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് പേ ഓഫ് ഡയഗ്രാമിനൊക്കെ ഉണ്ട്. സോ അതുകൊണ്ടാണ് ഇതിനെ കോണ്ടോർ എന്ന് പേരിട്ട് വിളിക്കുന്നത്. ദെൻ ഇതിന് 2 ബോഡി പാർട്ടുകളാണ് നമ്മൾ പറയുക, അതായത് ഇന്നർ ഓപ്ഷനും ഔട്ടർ ഓപ്ഷനും. സോ ഇന്നർ ഓപ്ഷൻ ഇതിൻ്റെ ബോഡി പാർട്ടും ആൻഡ് ഔട്ടർ ഓപ്ഷൻ ഇതിൻ്റെ വിങ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ കൗണ്ടറിന് അപ്പോൾ 2 പാർട്സ് ആണുള്ളത്. 1 part for outer strikes and next other one is called inner strikes. So to understand these concepts and the methodology of a counter option strategy, നമുക്കൊരു ഐഡിയ ഉണ്ടാവണം about its shape. സോ കോണ്ടോർ എന്ന പദം ഈ ഡയഗ്രാം നിങ്ങൾ നോക്കിയാൽ കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിനൊരു ഔട്ടർ വിങ്സ് പോലെ ഇരിക്കുന്ന ഭാഗമാണ് ഇതിൻ്റെ ഔട്ടർ കോൾ പോർഷനും. ആൻഡ് ആ ഒരു ബോഡി പാർട്ടാണ്, ഒരു റെക്റ്റാങ്കിൾ മോഡൽ ബോഡി പാർട്ടാണ് ഇതിൻ്റെ ഇന്നർ സ്ട്രൈക്സും. സോ ഇന്നർ സ്ട്രൈക്സും ഔട്ടർ സ്ട്രൈക്സും വിങ്സ് ആയിട്ട് ഇരിക്കുന്നതും അതുപോലെ ബോഡി പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ ഓപ്ഷൻസ് ആയിട്ടാണ് ഇരിക്കുന്നത്. വിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ടർ ഓപ്ഷൻസ് ആണ്. സോ ഇവിടെ 4 കോൾ ഓപ്ഷനും 4 പുട്ട് ഓപ്ഷനും ഉണ്ടാവും. ഇതിൻ്റെ 4 സ്ട്രൈക്ക് പ്രൈസ് ആണ്. ഒന്ന് E1, E2, E3, E4. E1 ആണ് ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ആൻഡ് E4 ആണ് ഏറ്റവും ഹയസ്റ്റ് സ്ട്രൈക്ക് പ്രൈസ് ഉണ്ടാവുക. ക്ലിയർ? സോ കോണ്ടോർ സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പാണ് ഉണ്ടാവുക. ഒന്ന് ലോങ്ങർ കോഡും മറ്റത് ഷോർട്ട് കോണ്ടറും. അപ്പോൾ ലോങ് കോണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് കോൾ ഓപ്ഷൻ ആൻഡ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ബൈയിങ് കോൾസ്. ബൈയിങ് കോൾസിനെയാണ് നമ്മൾ ലോങ് കോണ്ടോർ എന്ന് വിളിക്കുന്നത്. ആൻഡ് E1 ആൻഡ് E4. E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവസ്റ്റ് പ്രൈസ് ആയിരിക്കും, E4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജസ്റ്റ് പ്രൈസ് ആയിരിക്കും. ആൻഡ് സെല്ലിംഗ് 2 കോൾസ് വിത്ത് സ്ട്രൈക്ക് പ്രൈസ് ഇൻ ബിറ്റ്വീൻ E1 ആൻഡ് E4. So higher than and closer to E1 and E3 is lower than and closer to E4. So E1 is greater than E2, E2 is greater than E3 and E3 is greater than E4. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രൈക്ക് പ്രൈസിൻ്റെ ചേഞ്ചസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ലോങ് കോണ്ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് ബൈയിങ് ഓപ്ഷൻ കോൺട്രാക്ട് ഫോർ ദ ഔട്ട്സൈഡ് സ്ട്രൈക്ക് പ്രൈസ് ആൻഡ് റൈറ്റിംഗ് ദ ഓപ്ഷൻ കോൺട്രാക്ട് ഫോർ ദ ഇന്നർ സ്ട്രൈക്ക് പ്രൈസ്. സോ ഇതിൻ്റെ മാക്സിമം ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഒക്കോസ് അറ്റ് ദ വിങ്സ്. ആ വിങ്സിൽ ഒക്കോർ ചെയ്തേക്കുന്നതിൻ്റെ ഓപ്ഷൻ സ്പ്രെഡിൻ്റെ മാക്സിമം ലോസ്. മാക്സിമം പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ പ്രീമിയം റിസീവ്ഡ് ഓൺ ദ കോൾസ് റിട്ടേൺ ആൻഡ് പ്രീമിയം പെയ്ഡ് ഓൺ ദ കോൾസ് പർച്ചേസ്. അപ്പോൾ കോണ്ടോർ സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്സ് ആണുള്ളത്. ഒന്ന് ലോങ് കോണ്ടോറും ഒന്ന് ഷോർട്ട് കോണ്ടോറും. സോ ലോങ് കോണ്ടോറിൽ മാക്സിമം ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഒക്കോസ് അറ്റ് ദ വിങ്സ് ഓഫ് ദ ഓപ്ഷൻ സ്പ്രെഡാണ്. മാക്സിമം പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രീമിയം ആൻഡ് കോൾസ് റിട്ടേൺ ആൻഡ് പ്രീമിയം പെയ്ഡ് ഓൺ ദ കോൾസ് പർച്ചേസ്ഡ് ആണ്. സോ വെൻ ടു യൂസ് ദ ലോങ് കോണ്ടർ, it is used when trader expects volatility, changes in price in the share market. Trader expect ചെയ്യാണ് volatility of the price and underlying asset to be lower. കുറച്ചും കൂടി പ്രൈസ് ലോവർ ആണ്, ബിയറിഷ് മൂവ്മെന്റ് ആണെന്ന് പ്രതീക്ഷിക്കുമ്പോഴാണ് ലോങ് കോണ്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രേഡേഴ്സ്.
എന്നാണ് പറയുന്നത്. ആൻഡ് നൗ വാട്ട് ഈസ് കലണ്ടർ സ്പ്രെഡ്? എന്തിനെയാണ് നമ്മൾ കലണ്ടർ സ്പ്രെഡ് എന്ന് വിളിക്കുന്നത്? Calendar spread are formed by using the options on the same asset with the same strike price but with different expiration dates. So, what is a calendar spread? A calendar spread is an another option or future strategy established for entering a long and short position on the same underlying asset but with a different delivery month. In a typical calendar spread, one would buy a longer term contract and go shorter nearer term with same strike price. If two different strike price for each month, it is known as diagonal spread. So, calendar spread എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. It is formed by using the options on the same asset, ഒരേ underlying asset, but with same strike price with a different expiration date. Maturity date different ആയിരിക്കും. Strike priceും same ആയിരിക്കും. അസറ്റും സെയിം ആയിരിക്കും. സോ ഒരു ഇൻവെസ്റ്റർ ഓഫ് എ കലണ്ടർ സ്പ്രെഡ് എയിംസ് അറ്റ് മേക്കിംഗ് പ്രോഫിറ്റ് ബേസ്ഡ് ഓൺ ദ ടൈം ഓഫ് ദ വാല്യൂ ഓഫ് ദ ഓപ്ഷൻ. സോ ഈ ഒരു എക്സ്പയറേഷൻ ഡേറ്റിന്റെ ഡിഫറൻസസ്, അതായത് ആ ടൈം വാല്യൂവിന്റെ അനുസരിച്ചാണ് ഇവിടെ ഇൻവെസ്റ്റർ എന്ത് ലാഭം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്പ്രെഡ് സ്ട്രാറ്റജീനെ നമ്മൾ കലണ്ടർ സ്പ്രെഡ് എന്ന് വിളിക്കുന്നത്. സോ ഒരു ബുള്ളിഷ് ഇൻവെസ്റ്റർ എന്താണ് ആലോചിക്കുക? ദാറ്റ് പ്രൈസ് ഓഫ് ദ അസറ്റ് വുഡ് നോട്ട് ഇൻക്രീസ് എന്നല്ലേ. സോ ലോങ് റണ്ണിന് അയാൾക്കപ്പോൾ എന്തായിരിക്കാം, ഒരു പ്രീഡിറ്റർമൈൻഡ് ലെവലിൽ വരെ ലോങ് റണ്ണിൽ അയാൾ പോവുമായിരിക്കാം. ബട്ട് ഹി എക്സ്പെക്ട്സ് ദാറ്റ് അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഹി ബൈ എ ഡിസ്റ്റിങ്ക്റ്റ് കോൾ ഫോർ 3 months ആൻഡ് സെൽസ് എ നിയർ കോൾ സേ 1 month. സോ ഈ അയാളെ എക്സ്പെക്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻറ്റ് കോൾ വുഡ് ബി ഇൻ ദ മണി ഓൺ മെച്യൂരിറ്റി ആൻഡ് കോസ്റ്റ് വുഡ് ബി റിഡ്യൂസ്ഡ് ബൈ റൈറ്റിംഗ് എ നിയർ കോൾ. സോ അദ്ദേഹത്തിൻ്റെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഡിസ്റ്റൻറ്റ് കോൾ വുഡ് ബി ഇൻ ദ മണി. ആ ഒരു ലോങ് കോള് ഒരു 3 months കൂടെ നീട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ വുഡ് ബി ഇൻ ദ മണി ഓൺ മെച്യൂരിറ്റി ആണെന്ന് അദ്ദേഹം വിചാരിക്കുകയാണ്. ആൻഡ് കോസ്റ്റ് വുഡ് ബി റെഡ്യൂസ്ഡ് ബൈ റൈറ്റിംഗ് എ നിയർ കോൾ. സോ ഒരു കോള് ലോങ്ങർ പൊസിഷനിലും മറ്റൊരു കോള് സെല്ലർ പൊസിഷനിലും വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കോസ്റ്റും കുറവാണ്, അതുപോലെ റിസ്ക്കും കുറവാണ്. സോ ഇങ്ങനെ ദ ഇൻവെസ്റ്റർ ഗെറ്റ്സ് ഗ്രേറ്റർ പ്രീമിയം ഓൺ ദ കോൾ റിട്ടേൺ വൈൽ ഹി പേയ്സ് ദ ലോവർ പ്രീമിയം ഫോർ ബൈയിങ് ദ നിയർ കോൾ. സോ അതുകൊണ്ട് തന്നെ കലണ്ടർ സ്പ്രെഡിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ടൈം സ്പ്രെഡ്. കാരണം എന്താണ്? കലണ്ടർ സ്പ്രെഡ് ഇവിടെ ഇൻവെസ്റ്റർ എയിംസ് അറ്റ് മേക്കിംഗ് പ്രോഫിറ്റ് ബേസ്ഡ് ഓൺ ദ ടൈം വാല്യൂ ഓഫ് ദ ഓപ്ഷൻസ്. ടൈം വാല്യൂ ഓഫ് ഓപ്ഷൻ്റെ ബേസിലാണ് ഇവിടെ ഇൻവെസ്റ്റർ ക്യാഷ് ഉണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ഹി ഗെറ്റ്സ് ദ ഇൻവെസ്റ്റർ ഒരേ സമയം കോളർ പൊസിഷനും ഷോർട്ടർ പൊസിഷനും ഹാൻഡിൽ ചെയ്തിട്ട് ഹി ഗെറ്റ്സ് പ്രീമിയം ഓൺ ദ കോൾ റിട്ടേൺ. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കോൾ റിട്ടേണിൽ നിന്നും, അതായത് സെല്ലർ പൊസിഷനിൽ നിന്നും പ്രീമിയം അയാൾക്ക് കിട്ടും. ആൻഡ് ഹി പേ ലോവർ പ്രീമിയം. അദ്ദേഹത്തിന് നിയർ കോള് വാങ്ങിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് എന്ത് കൊടുത്താൽ മതി? അപ്പോൾ കോള് നിയർ ആവും തോറും നമ്മൾ അങ്ങോട്ടേക്ക് പേ ചെയ്യേണ്ട പ്രീമിയം തുക കുറയും. സോ ലോവർ പ്രീമിയം അദ്ദേഹത്തിന് പേ ചെയ്താൽ മതി. സോ അങ്ങനെ ലാഭം ഉണ്ടാക്കാൻ പോകുന്നു. എന്തിൻ്റെ ബേസിൽ? ടൈം ബേസിൽ. അതുകൊണ്ട് തന്നെ കലണ്ടർ സ്പ്രെഡിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? ടൈം സ്പ്രെഡ്. Calendar spread is also known as time spread. It is used or formed by using the option on the same asset with same strike price but with the different expiration date. Okay. And investor of the calendar spread aims at making profit based on the time value of the options. അത്രേ ഉള്ളൂ. സോ ഞാൻ ഒന്നും കൂടി പറയാം. നമ്മൾ ആദ്യം പഠിച്ചത് കോണ്ടോർ സ്പ്രെഡാണ്. കോണ്ടോർ സ്പ്രെഡിൻ്റെ മറ്റൊരു പേരാണ് അയൺ കോണ്ടോർ. ഇതൊരു മോഡിഫൈഡ് വേർഷൻ ഓഫ് സ്ട്രാങ്കിൾ ആണ് കോണ്ടോർ സ്പ്രെഡ്. ആൻഡ് ബട്ടർഫ്ലൈ സ്പ്രെഡിൻ്റെ ഒരു വേരിയൻ്റ് ആണ്, മറ്റൊരു വേരിയൻ്റ് ആണ് എന്ത് പറഞ്ഞാൽ കോണ്ടോർ സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ഇറ്റ് ഹാസ് 4 സ്ട്രൈക്ക് പ്രൈസ്, E1, E2, E3 ആൻഡ് E4. അതുപോലെ 2 വെർട്ടിക്കൽ സ്പ്രെഡ് ഉണ്ട്, ദാറ്റ് ഈസ് കോൾ വെർട്ടിക്കൽ സ്പ്രെഡ് ആൻഡ് പുട്ട് വെർട്ടിക്കൽ സ്പ്രെഡ്. അതുപോലെ തന്നെ ഇറ്റ് ഇൻവോൾവ്സ് 4 കോൾ ഓപ്ഷൻ ഓർ 4 പുട്ട് ഓപ്ഷൻ. അടുത്തത് നമ്മൾ പഠിച്ചത് ബോക്സ് സ്പ്രെഡ് ആണ്. എന്താണ് ബോക്സ് സ്പ്രെഡ്? എ ബോക്സ് സ്പ്രെഡ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബുൾ ആൻഡ് ബിയർ സ്പ്രെഡ്
with calls and puts respectively with the same set of strike price. So box spread എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു ബുൾ ആൻഡ് ബിയർ സ്പ്രെഡിൻ്റെ ഒരു കോമ്പിനേഷൻ ആണെന്ന് പറയാം. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഉണ്ട് വിത്ത് സെയിം സെറ്റ് ഓഫ് സ്ട്രൈക്ക് പ്രൈസ്. ഇതൊരു കോമൺ ആർബിട്രേജ് സ്ട്രാറ്റജിയാണ്. ബിക്കോസ് അതെന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് എന്ന് പറയാം. ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് ബൈയിങ് എ ബുൾ കോൾ സ്പ്രെഡ് ടുഗദർ വിത്ത് കറസ്പോണ്ടിങ് ബിയർ പുട്ട് സ്പ്രെഡ്. സോ ഒരു ബുൾ കോൾ സ്പ്രെഡിനോടൊപ്പം തന്നെ ഒരു ബിയർ പുട്ട് സ്പ്രെഡാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ആർബിട്രേജ് സ്ട്രാറ്റജി പോലെ അപ്ലൈ ചെയ്യുന്നത്. So because with both vertical spread having the same strike price and expiration date. So ഒരു box spread is an option arbitrage strategy. It combines a bull call spread with matching bear put spread, and box spread payoff is always going to be differences between the two strike price and cost to implement a box spread. Specifically the commissions charged can be significant factor in its potential profitability. Then അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റേഷ്യോ സ്പ്രെഡ് ആണ്. സോ അവർ നെക്സ്റ്റ് മെയിൻ സബ് ഓപ്ഷൻ അല്ലെങ്കിൽ ഓപ്ഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റേഷ്യോ സ്പ്രെഡ് ആണ്. എന്താണ് റേഷ്യോ? നമുക്കറിയാം റേഷ്യോ ഈസ് ഡിഫൈൻഡ് ആസ് നമ്പർ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് നമ്പർ ബോട്ട് അല്ലേ. എത്ര നമ്പർ ഓഫ് ഓപ്ഷൻസ് ഡിവൈഡ് ചെയ്ത് എത്ര നമ്പർ ഓഫ് ഓപ്ഷൻസ് നമ്മൾ എടുത്തിട്ട് അതേ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓപ്ഷൻസ് ബോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റേഷ്യോ കിട്ടും അല്ലേ. സോ ഇറ്റ് ഈസ് ജനറലി റെപ്രസെൻറ്റഡ് ബൈ 1/2. അതായത് 2 ഓപ്ഷൻസ് സെയിൽ ചെയ്യുമ്പോൾ ഒരു ഓപ്ഷൻ ബൈ ചെയ്യുന്നു. അങ്ങനെ 1/2ന്റെ പ്രൊപ്പോർഷനിലാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റേഷ്യോ സ്പ്രെഡ് എന്ന് വിളിക്കുന്നത്. ഞാൻ ഒന്നും കൂടി പറയാം. റേഷ്യോ ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് ഓപ്ഷൻസ് റിട്ടൺ ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് ഓപ്ഷൻസ് ബോട്ട്. അതായത് എത്രത്തോളം നമ്മൾ സെൽ ഓപ്ഷൻസ്, അതായത് ഷോർട്ടർ കോൾ ഓപ്ഷൻ ആണ് ഷോർട്ട് കോൾസ് ആണ് വാങ്ങിച്ചേക്കുന്നത്, അതേ ഡിവൈഡഡ് ബൈ ഓപ്ഷൻസ് ബ്രോഡ്, അതായത് ലോങ് കോള്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? റേഷ്യോ കിട്ടുന്നു. ജനറലി ഇത് 1/2 ആണ്. അതിനർത്ഥം എന്താണ്? 2 ഓപ്ഷൻസ് ആർ സോൾഡ് അഗെയിൻസ്റ്റ് 1 ഓപ്ഷൻ ബോട്ട്. സോ അതിനെ നമുക്ക് വി വിൽ മേക്ക് യൂസ് ഓഫ് ദിസ് 1/2 സ്പ്രെഡ്. ഈ ഒരു 1/2 റേഷ്യോ സ്പ്രെഡ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് റേഷ്യോ സ്പ്രെഡ് 2 തരത്തിലുണ്ട്. ഒന്ന് റേഷ്യോ കോൾ സ്പ്രെഡും ഓൺ റേഷ്യോ പുട്ട് സ്പ്രെഡും. റേഷ്യോ കോൾ സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈയിങ് 1 കോൾ ആൻഡ് സെല്ലിങ് 2 കോൾ ഓപ്ഷൻ, അതായത് 2:1 ആയിരിക്കും. ആൻഡ് റേഷ്യോ പുട്ട് സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് ബൈയിങ് ഹയർ സ്ട്രൈക്ക് പ്രൈസ് പുട്ട് ഓപ്ഷൻ ആൻഡ് സെല്ലിങ് 2 ലോവർ സ്ട്രൈക്ക് പ്രൈസ് പുട്ട് ഓപ്ഷൻ. അതിനെയാണ് നമ്മൾ റേഷ്യോ പുട്ട് സ്പ്രെഡ് അഥവാ നെറ്റ് ഷോർട്ട് പൊസിഷൻ എന്ന് വിളിക്കുന്നത്. സോ ഒരു റേഷ്യോ സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈയിങ് എ കോൾ ഓർ പുട്ട് ഓപ്ഷൻ and then selling 2 of the same option further outer money. And buying and selling calls in this structure is referred to as ratio call spread and ratio put spread. സോ നെക്സ്റ്റ് നമ്മൾ സെറ്റിൽമെൻറ്റ് ഓഫ് ഓപ്ഷൻ കോൺട്രാക്റ്റിലേക്കാണ് പോകുന്നത്. എങ്ങനെയൊക്കെ ഓപ്ഷൻ കോൺട്രാക്ട്സുകൾ നമുക്ക് സെറ്റിൽ ചെയ്യാം? 3 മെത്തേഡ്സ് ആണ് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് ബൈ എക്സസൈസിങ്, 2 ബൈ ലെറ്റിംഗ് ദ ഓപ്ഷൻ എക്സ്പയർ, ആൻഡ് 3 ബൈ ഓഫ്സെറ്റിംഗ്. ബൈ എക്സസൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. നമുക്കറിയാം ഫോർ മേക്കിംഗ് ദ പ്രോഫിറ്റ് ഒരു ഓപ്ഷൻ ഹോൾഡർ എന്ത് ചെയ്യുക? ദേ മേ ഡിസൈഡ് ടു എക്സസൈസ് ദ റൈറ്റ് അല്ലേ. സോ എപ്പോഴാണ് ബയ്യർ അത് എക്സസൈസ് ചെയ്യുന്നത്? സെല്ലർ കം അണ്ടർ ദ ഒബ്ലിഗേഷൻ, അതായത് സെല്ലർക്ക് എന്ത് ചെയ്യണം? ഹി ഹാസ് ടു ഡെലിവർ ദ അസറ്റ് അല്ലേ. സോ ഇൻ ദ കേസ് ഓഫ് അമേരിക്കൻ ഓപ്ഷൻ ആണെങ്കിൽ നമുക്കറിയാം ഇറ്റ് ക്യാൻ ബി ഡൺ അറ്റ് എനി ടൈം. ബട്ട് ഇൻ ദ കേസ് ഓഫ് യൂറോപ്യൻ ഓപ്ഷൻ ആണെങ്കിൽ എക്സസൈസ് ക്യാൻ ബി ഡൺ ഓൺലി ഓൺ മെച്യൂരിറ്റി ഓർ എക്സ്പയറി. സോ ഇതിനെയാണ് എപ്പോഴാണ് ബയ്യർ ഹോൾഡർ തൻ്റെ റൈറ്റ് സെല്ലറിനോട് ആവശ്യപ്പെടുന്നത്, അപ്പോൾ സെല്ലർക്ക് ഒബ്ലിഗേഷൻ ഉണ്ട് അത് എക്സസൈസ് ചെയ്യാൻ. സോ ബൈ എക്സസൈസിങ് ആണ് വൺ ഓഫ് ദ സെറ്റിൽമെൻറ്റ് ഓഫ് ഓപ്ഷൻ കോൺട്രാക്ട്. ആൻഡ് ദെൻ അടുത്തത് ബൈ ലെറ്റിംഗ് ദ ഓപ്ഷൻ എക്സ്പയർ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി വെർത്ത്ലെസ് അല്ലേ. ബയ്യർക്ക് എന്ത്? ഹി വിൽ ലോസ് ദ പ്രീമിയം പെയ്ഡ്. But even if the option is profitable,
holder may not exercise the right in the hope of making larger gain. ഇപ്പോൾ ലാർജർ ഗെയിൻ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം എക്സസൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ആ ടൈം ഓഫ് പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹി കനോട്ട് എക്സസൈസ് ദ ഓപ്ഷൻ. ക്ലിയർ? സോ അടുത്തത് ബൈ ഓഫ്സെറ്റിംഗ് ആണ്. അത് ഓഫ്സെറ്റിംഗ് നമുക്കറിയാം, ഇറ്റ് ഇസ് എ മെത്തേഡ് അല്ലേ ടു എക്സിറ്റ് ദ ട്രേഡ്. ഇഫ് എ പേഴ്സൺ ബോട്ട് എ കോൾ, he has to sell or write the call with the same strike price. Now the contract is settled. ഇപ്പോൾ നമ്മൾ ആലോചിക്കും, ഇപ്പോൾ ചിന്തിക്കുക, ഇഫ് എ പേഴ്സൺ സോൾഡ് എ കോൾ അല്ലേ, അദ്ദേഹം കോൾ സെല് ചെയ്ത് കഴിഞ്ഞു. സോ ഹി ഹാസ് ടു ബൈ എ കോൾ വിത്ത് ദ സെയിം സ്ട്രൈക്ക് പ്രൈസ് ആൻഡ് മെച്യൂരിറ്റി. അങ്ങനെയാണെങ്കിൽ കോൺട്രാക്ട് സെറ്റിൽ ആവുള്ളൂ. അങ്ങനെ ഓഫ് സെറ്റ് ചെയ്യാണ്. അതായത് ഒരു പേഴ്സൺ കോൾ സെല് ചെയ്യുമ്പോൾ ഹി ഹാസ് ടു ബൈ എ കോൾ വിത്ത് ദ സെയിം സ്ട്രൈക്ക് പ്രൈസ്. സോ അങ്ങനെ ഓഫ് സെറ്റ് ചെയ്യുക. ആൻഡ് ഒബ്ലിഗേഷൻ ടു സെൽസ്, if someone bought a put, he has to sell a put with the same strike price and maturity. So അതിനെയാണ് ഓപ്ഷൻ കോൺട്രാക്റ്റിൽ നമ്മൾ ഓഫ് സെറ്റിംഗ് എന്ന് പറയുന്നത്. സോ സെറ്റിൽമെന്റ് ഓഫ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 തരത്തിലാണുള്ളത്. ബൈ എക്സസൈസിങ് വെൻ ദ ഹോൾഡർ ഓർ ബയർ എക്സസൈസ് ദ റൈറ്റ്, ദ സെല്ലർ ഓണേഴ്സ് ദ ഒബ്ലിഗേഷൻ. ദെൻ ബൈ ലെറ്റിംഗ് ഓപ്ഷൻ എക്സ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ buyer or holder of the option would not exercise the option when the expiry date it expire the worthless ആണ്. then offsetting എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. if anyone has sold a put, he has to buy a put with the same. സോ സെറ്റിൽമെന്റ് ഓഫ് ഓപ്ഷൻ കോൺട്രാക്റ്റ് അത്രയാണുള്ളത്. ദെൻ നമുക്കറിയാം ക്ലിയറിംഗ് ഹൗസ് ആണ് ഇവിടെ ഇന്റർമീഡിയറി ആയിട്ട് നിൽക്കുന്നത്. ആൻഡ് ക്യാഷ് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് പേയ്മെന്റിലൂടെ, ആൻഡ് ഫിസിക്കൽ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ദ ഡെലിവറി ഓഫ് ആൻ അണ്ടർലൈങ് അസറ്റ് ഓഫ് ദ അതർ പാർട്ടിയാണ്. ആൻഡ് ഓപ്ഷൻ കോൺട്രാക്റ്റിൽ ജനറലി നമുക്ക് ട്രേഡിംഗ് ഡേ +1 നെക്സ്റ്റ് ബിസിനസ് ഡേയും കൂടി നമുക്ക് കിട്ടുന്നതാണ്. സോ ഇൻ ടുഡേ ക്ലാസ് വി സ്റ്റഡീഡ് അബൌട്ട് ദ Condor spread. There are 2 types of condor, long condor and a short condor. And then we go through calendar spread. Then in calendar spread is formed by using the options on the same asset with the same strike price but with different expiration dates. Then box spread എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a combination of bull and bear spread എന്ന് പറഞ്ഞു, and with the calls and puts respectively with the same set of strike price. Then ratio spread എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this is an extension of bullish and bearish spread. In ratio spread, a bullish or bearish spread is taken with the additional position. Then ratio call spread, ratio is defined as the number of options written divided by the number of options bought. Then settlement of options 3 methods ആണുള്ളത്. 1 by exercising, 2 by letting the option expire, and 3 by offsetting. I think you are well clear about the classes of option strategies. If you have any doubts and queries, you can ask me through our WhatsApp group. Okay, thank you all. Have a nice day.